ഒരിക്കല് മദീനയിലെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇശാ ജമാഅത്ത് നമസ്കരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ താൻ താമസിക്കുന്ന ഇടത്ത് തൻ്റെ ഹയ്യിൽ, തൻ്റെ സ്ട്രീറ്റിലുള്ള അവിടെയുള്ള ആളുകൾക്ക് ജമാഅത്ത് കിട്ടുന്നതിന് വേണ്ടി അവിടെ ചെന്ന് അവർക്ക് ഇമാമായിട്ട് നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ നമസ്കരിച്ചപ്പം അല്പം ദീർഘമായാണ് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. അങ്ങനെ ദീർഘമായി പാരായണം ചെയ്തപ്പോൾ പിന്നിൽ ജമാഅത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ നിസ്കാരം മുറിച്ചു പോയിട്ട് ഒറ്റക്ക് നിസ്കരിച്ചു. ഈ വിവരം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പം അദ്ദേഹത്തെക്കുറിച്ച് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുനാഫിഖാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ പറയുന്നതല്ല, സ്വഹാബികൾ മനസ്സിലാക്കിയ ഒരു സംഗതി ആയിരിക്കണം അത്. അങ്ങനെ വെറുതെ പറയില്ലല്ലോ. ജമാഅത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ഒറ്റക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് കാപട്യമാണ് എന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മുനാഫിഖാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ മനുഷ്യനത് ഭയങ്കര സങ്കടമായി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി പരാതി പറയുന്നുണ്ട്. പ്രവാചകരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് വെള്ളം കോരി നനച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്ന് വിശ്രമിക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദീർഘമായി ഓതിയത്. എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ വേറെ പോയിട്ട് ഒറ്റക്ക് നിസ്കരിച്ചു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അഫത്താനുൻ അൻത യാ മുആദ്, നീ ഭയങ്കര ഫിത്ന ഉണ്ടാക്കുകയാണോ? നീ വല്ലാത്ത ഫിത്ന ഉണ്ടാക്കുന്നവനാണോ എന്ന് ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് സൂറത്തു ഷംസും സൂറത്തു ലൈലും ഒക്കെ ഓതാൻ പാടില്ലായിരുന്നോ? അതൊക്കെ ഓതിയിട്ട് നിസ്കരിക്കാൻ പറ്റൂലായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഒരുപാട് പാഠങ്ങളുണ്ട് ഈ സംഭവത്തിൽ. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് മുനാഫിഖ് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, അത് സ്വഹാബത്ത് മനസ്സിലാക്കിയ ഒരു സംഗതി തന്നെയാണ്. ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നിഫാഖാണ്, കാപട്യമാണ് എന്നത് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഒന്നിച്ച് നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളാണെങ്കിലും അതിൽ കൂടെയുള്ള ആളുകളുടെ അവസ്ഥകളെ പരിഗണിക്കാൻ കഴിയണം എന്ന ഒരു സന്ദേശമാണ് പ്രസ്തുത സംഭവം നമ്മൾക്ക് നൽകുന്നത്. അതിനപ്പുറം നമ്മളൊക്കെ പലപ്പോഴും ഈ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ച് ജമാഅത്തൊക്കെ കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ വിചാരിക്കുക. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ ബാക്കിൽ വന്നാൽ നമ്മളെന്താ ചെയ്യുക? ജമാഅത്തായിട്ട് അയാൾ ജമാഅത്തിന് എത്തിയിട്ടില്ല. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ നമ്മളുടെ ബാക്കിൽ, സുന്നത്ത് നിസ്കരിക്കുന്ന നമ്മളുടെ ബാക്കിൽ ഇങ്ങനെ കൂടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ, ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നത് എൻ്റെ കൂടെ കൂടണ്ട കേട്ടോന്ന്. ഞാൻ ദുഹറല്ല, അല്ലെങ്കിൽ ഞാൻ അസറല്ല, ഞാൻ ഇശാ അല്ല, എൻ്റെ കൂടെ കൂടണ്ട, ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല. നോക്കി നിങ്ങൾ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇശാസ്കാരം കഴിഞ്ഞതാ. എവിടുന്ന്? മസ്ജിദുൻ നബവിയിൽ നിന്നല്ലേ. പിന്നെ വന്നിട്ട് സ്വന്തം ആളുകളുടെ അടുക്കലേക്ക് താമസിക്കുന്നിടത്തുള്ള തൻ്റെ ആളുകളുടെ കൂടെ നിസ്കരിക്കുന്നത് അവർക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫർദ് കഴിഞ്ഞു, പിന്നെ അദ്ദേഹം നിസ്കരിക്കുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, മുന്നിൽ നിൽക്കുന്ന ആളുടെ നിയ്യത്ത് എന്ത് ചെയ്യില്ല, പിറകിൽ നിൽക്കുന്ന ആളെ ബാധിക്കൂല എന്നർത്ഥം. ഞാൻ
കുറച്ച് മുമ്പ് ഒരു ഉംറ യാത്രയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിസ്കരിക്കാൻ ഇറങ്ങി. ഇശാ ജമാഅത്തിൻ്റെ സമയത്താണ് അവിടെ എത്തിയത്. ഞങ്ങൾ മഗ്രിബ് നമസ്കരിച്ചിട്ടില്ല, അവിടെ ഇശാ ജമാഅത്ത് നടക്കുന്നുണ്ട്. എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്. നമ്മൾ വേഗം വേറെ മഗ്രിബ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യും? ഇശാ ജമാഅത്തിലേക്ക് പറ്റിയാൽ കൂടും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഇശാ ജമാഅത്ത് നിസ്കരിക്കും. അപ്പം ഒരു കൂട്ടര് നമ്മളെപ്പോലെ തന്നെ അവിടെ വന്നിറങ്ങിയ ഒരു കൂട്ടർ അങ്ങനെ നിസ്കരിച്ചപ്പം അവിടെ ഉള്ള ഒരാൾ ആ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ജമാഅത്ത് അടക്കം നിങ്ങൾ എന്തിനാ വേറെ നിസ്കരിക്കാൻ നിന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഇവിടെ ഇശാ ആണല്ലോ നടക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഇശാന്റെ ബാക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് മഗ്രിബ് നിസ്കരിച്ചാൽ പോരെ? മതി, അത്രേ ഉള്ളൂ. അവിടെ നടക്കുന്ന ജമാഅത്ത് ഏതാണ്, അല്ലെങ്കിൽ ആ നടക്കുന്ന നമസ്കാരം ഏതാണ് എന്നത് നോക്കേണ്ടതില്ല. അതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരം ജമാഅത്തായിട്ട് എന്ത് ചെയ്യാം, നിർവഹിക്കാം എന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് പലപ്പോഴും പറ്റുന്ന ചില അബദ്ധങ്ങളാണ്. ഞാനിതിങ്ങനെ പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇതിൽ ഈ സംഭവത്തിൻ്റെ തുടർച്ചയാണോ എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. മറ്റൊരിടത്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനോട്, അല്ല ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ എന്തൊക്കെ ചൊല്ലാറുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ നിസ്കാരത്തിൽ നീ എന്താണ് ചൊല്ലാറുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കൂടെ നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടാണ് ഈ ചോദിക്കുന്നത്, എന്താ ചൊല്ലാറുള്ളത് എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതശഹദു, ഞാന് അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്നതിന് സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കും. അസ്അലുല്ലാഹൽ ജന്ന, പിന്നെ പടച്ചവനോട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ വഅഊദു ബിഹി മിനന്നാർ, ഞാൻ നരകത്തിൽ നിന്ന് പടച്ചവനോട് കാവലിനെ ചോദിക്കും. വലാ അഹ്സിനു ദൻദനതക വലാ ദൻദനത മുആദ്, നിങ്ങളും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലല്ലേ, ആ ചൊല്ലുന്നൊന്നും എനിക്കറിയില്ല, എനിക്കിതൊക്കെ അറിയുള്ളൂ. ഞാൻ തശഹുദ് നടത്തും, ഞാൻ പടച്ചവനോട് സ്വർഗത്തെ ചോദിക്കാറുണ്ട്, ഞാൻ പടച്ചവനോട് നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഞാൻ നിസ്കാരത്തിൽ ചൊല്ലലുന്നത്. അയ്യേ, എൻ്റെ നിസ്കാരമൊന്നും ശരിയായില്ലട്ടോ എന്ന് പറയുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. പിന്നെന്താ പറഞ്ഞറിയോ? ഹൗലഹാനു ദൻദിൻ, ഞങ്ങളും അതിൻ്റെ ചുറ്റുമൊക്കെ തന്നെ ഞങ്ങൾ നടത്തുന്ന ദന്തനത്തും ഞങ്ങൾ ചൊല്ലിപ്പറയുന്നതും ഒക്കെ ഇതിൻ്റെ ചുറ്റുമുള്ളതാണെന്ന്. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കുറേ എന്തൊക്കെയോ ചൊല്ലിപ്പറയുക എന്നതിനേക്കാൾ അപ്പുറം നമ്മളുടെ ആരാധനാകർമ്മങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, അതെന്താണ് ചൊല്ലുന്നത് എന്നറിയുക എന്നുള്ളതാണ്, മനസ്സറിഞ്ഞ് ചൊല്ലുക എന്നുള്ളതാണ്. ഞാൻ വെറുതെ ഒരു സംഗതി ചോദിക്കട്ടെ. അപ്പം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് അല്ലേ? പിന്നെ കുറേ ദിക്റുകൾ ചൊല്ലും. അതിന് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു ദിക്റുണ്ടല്ലോ, 33 തവണ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു ദിക്റ് വലിയ പുണ്യകരമായ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധുക്കളായ ആളുകൾ ഒരു പരാതി പറഞ്ഞപ്പം ദഹബ അഹ്ലുദ് ദനാനീരി വദ്ദറാഹിമി ബിദ്ദറജാതിൽ ഉലാ വന്നഈമിൽ മുഖീം, വലിയ പൈസക്കാരായ ആളുകൾ ഉന്നതമായ സ്ഥാനങ്ങളും എന്നും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളും അവർ കൊണ്ടുപോയി, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളും സുഖങ്ങളും ഒക്കെ പൈസക്കാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, വമദാക്, അതെന്താ അങ്ങനെ പറയണേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, യുസല്ലൂന കമാ നുസല്ലി വയസൂമുന കമാ നസൂമു, അവർ നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളും നോമ്പെടുക്കുന്നുണ്ട്, ഞങ്ങളും പിന്നെ നിസ്കരിക്കുന്നത് പോലെ തന്നെ അവരും നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ വയതസദ്ദഖൂന വലാ നതസദ്ദഖു, അവർ ദാനധർമ്മം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിന് പറ്റാതെ പോകുന്നു, പൈസ ഇല്ലാത്തതുകൊണ്ട്. അവർ അടിമകളെ മോചിപ്പിച്ച് ഒരുപാട് പുണ്യം കരസ്ഥമാക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ അതിന് പൈസ ഇല്ലല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്താണ്, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ദുബുറ കുല്ല സ്വലാത്തിൻ
33 തവണ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നറിയോ? എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം എന്നല്ല പറഞ്ഞത്. ആണോ? അല്ല. തഖൂലൂന സുബ്ഹാനല്ലാഹ് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം എന്നല്ല പറഞ്ഞത്. വതഹ്മദൂന, നിങ്ങൾ ഹംദ് നടത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. വതുകബ്ബിറൂന, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്നല്ല പറഞ്ഞത്, തക്ബീർ നടത്തണം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് മൂന്ന് സംഗതികളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ 33 തവണ ചൊല്ലിയിട്ട് പിന്നെ അൽഹംദുലില്ലാ എന്നതിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചിന്തയിലോ മാനസികാവസ്ഥയിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും മാറ്റം ഉണ്ടാവാറുണ്ട്? എവിടെ? സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ ചൊല്ലി പോയിട്ട് അത് 33 ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അത് അൽഹംദുലില്ലാഹിലേക്ക് എന്ത് ചെയ്യും? അങ്ങോട്ട് ചാടിക്കോളും. അതിങ്ങനെ പോയിട്ട് 33 ആയാൽ അത് അല്ലാഹു അക്ബർ എന്നുള്ളതിലേക്ക് ചാടിപ്പോയിക്കോളും. അവിടെ പ്രത്യേകിച്ച് ഈ ചൊല്ലുന്നത് മാറാന്നല്ലാതെ നമ്മളുടെ മാനസികാവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, നമ്മളുടെ ചിന്തക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല. സത്യത്തിൽ ഇത് മൂന്ന് പ്രവർത്തനങ്ങളാണ്. ഒന്ന് തസ്ബീഹ് ആണ്. എന്താ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ് നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തസ്ബീഹ് നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? നിസ്കാരത്തിന് ശേഷമല്ല, നിസ്കാരത്തിൽ തസ്ബീഹ് നടത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് റുക്കൂഅല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ടില്ലേ? പിന്നെയോ സുജൂദില് താഴ്മയുടെ പരമമായ അവസ്ഥയിൽ നിന്നിട്ട്, ഇനി അങ്ങോട്ട് താവാനില്ല ഒരു മനുഷ്യന്. നെറ്റിയും മൂക്കും ഭൂമിയിൽ നിലത്ത് വെച്ചിട്ടാണ് പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅല. ഏറ്റവും മേലെയുള്ള പടച്ചവന്റെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അലുവ് എന്ന് പറയുന്നത്. ആ വിശേഷണം അതാ. ഏറ്റവും മുകളിലുള്ള 7 ആകാശങ്ങൾക്കും അപ്പുറത്ത്, സ്വർഗങ്ങൾക്കും മേലെ, അതിനപ്പുറത്ത് മറ്റൊന്നില്ല, അർശ്. ഏറ്റവും മുകളിലുള്ള എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്. സത്യത്തിൽ തസ്ബീഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്ഥാനത്തിനും മഹത്വത്തിനും മുന്നിലുള്ള നമ്മുടെ നിസ്സാരതയെ നമ്മൾ പ്രഖ്യാപിക്കലാണ്, നമ്മൾ അംഗീകരിക്കലാണ്. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റിട്ട് ചൊല്ലാറുള്ള സൂറത്തു ആലു ഇമ്രാനിലെ ചില വചനങ്ങളുണ്ട്. തുടങ്ങുന്നത് ഇങ്ങനെയാ: ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ബുദ്ധിയുള്ളവർക്ക്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ ഓർക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവർ പറയുന്നൊരു വാക്കുണ്ട്, അതിനുശേഷം ഖുർആൻ പറയുന്നത്. അവർ പറയുന്ന വാക്ക് എന്താ അറിയാമോ? സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതിലൻ. പടച്ചോനെ, നീ എത്രയോ പരിശുദ്ധനാണ്, ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഈ സൃഷ്ടിക്ക് പിറകിലുള്ള സൃഷ്ടാവിന്റെ മഹത്വം ബോധ്യപ്പെടുമ്പോൾ, അവന്റെ അപാരമായ കഴിവ് ബോധ്യപ്പെടുമ്പോൾ, അതിന്റെ മുന്നിൽ ഞാൻ എത്രയോ നിസ്സാരനാണ്, ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപന സുബ്ഹാനല്ലാഹ് എന്നത്. അതാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു വിനയത്തിൽ നിന്ന് വരേണ്ട ഒന്നാണ് ഹംദോ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ഹംദ് പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ സന്ദർഭം ഓർത്തെടുക്കാൻ പറ്റുമോ? അത് അസറിന് അല്ലാഹു അക്ബർ എന്ന് കൈയ്യേട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതാണോ? അല്ല. ഏതെങ്കിലുമൊക്കെ കുടുക്കപ്പെട്ടുപോയിട്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പടച്ചോനൊരു പുറത്തേക്കൊരു വഴി കാണിച്ചത്, അല്ലെങ്കിൽ ഒരു വഴി കണ്ടാൽ അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് ഹംദ് എന്ന് പറയാ. നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഗ്രഹത്തിലുള്ള നന്ദി ബോധത്തെ പ്രഖ്യാപിക്കലാണ് ഹംദ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാനത് എന്താണ് ചെയ്യുന്നത് എന്ന് ഓർമ്മ വേണം. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ചൊല്ലിയാൽ പോരാ, അതെന്താവണം? അത് ഹംദാവണം. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനെ ഓരോന്നും നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും ഒക്കെ എന്താണ് ചെയ്യുന്നത്, ചൊല്ലുന്നത് എന്നറിഞ്ഞുകൊണ്ട് ചെയ്യാനും ചൊല്ലാനും സാധിക്കുമ്പോഴാണ് അത്
കാമ്പുള്ള കർമ്മങ്ങളായി മാറുന്നത്. അതാണ് പടച്ചവൻ സ്വീകരിക്കുക, അതാണ് പടച്ചവൻ ഇഷ്ടവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ കൂടിയിരിക്കൽ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.